നമസ്കാരം, ശ്രീലക്ഷ്മി എം എസ് ആണ്. കളിയല്ല കല്യാണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോടാണ്. സ്വാഗതം സർ. നമസ്കാരം. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാറിന് ഒരു വിവാഹാലോചനയൊക്കെ വരുമ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ പെണ്ണ് കാണാൻ പോകുന്നു, അങ്ങനെ പല ചടങ്ങുകളുണ്ട്. അപ്പൊ സാറിന് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും പെൺകുട്ടി ഓക്കെയാണ്, നമുക്ക് മതി, ഇത് ഉറപ്പിക്കാം എന്ന് പറയും. അങ്ങനെ മതിയോ? ശരിക്കും നമ്മൾ പലരും പറയും കുടുംബം നോക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഈ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ അവരെങ്ങനെയുള്ളതാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, ചുറ്റുപാട് എങ്ങനെയാണ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ ഒരു വിവാഹാലോചന നടക്കുമ്പോൾ? നോക്കേണ്ടത് തന്നെയാണ്. കാരണം കുടുംബാംഗങ്ങൾ ആ വീട്ടിൽ തന്നെ വളർന്നതാണ് ആ കുട്ടി, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അപ്പോൾ അവരുടെ ഒരുപാട് സ്വഭാവ രീതികൾ ഈ കുട്ടി ആർജിച്ചു കാണും. നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ മാത്രമായിരിക്കും ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ വിവാഹ ആലോചന സമയത്ത് വളരെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ആ വീട്ടിൽ തന്നെ പല സ്വഭാവ രീതികളുണ്ടായിരിക്കാം. ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ടായിരിക്കാം, മാനസിക രോഗാവസ്ഥകളുള്ളവരുണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങൾ ഈ കുട്ടിയിലേക്ക് തന്നെ വരാൻ ഇടയാക്കും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൂപ്പൻ മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന എങ്ങനെയാണ്, മദ്യപാനമൊന്നും അത്ര കുഴപ്പമൊന്നുമുള്ളതല്ല, അതിന് ദോഷമൊന്നുമില്ല എന്ന് കണ്ടു വളർന്ന ഒരു ആൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അയാൾ ചെറുപ്പത്തിൽ തന്നെ മദ്യപാനത്തിലേക്ക് തിരിയാം, അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം കാണിച്ചേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ക്രിമിനൽ സ്വഭാവം ഈ കുട്ടിയിൽ നിന്ന് പുറത്തു ചാടിയെന്ന് വരാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ ക്രിമിനൽ കാര്യങ്ങളിൽ ഇടപെടുന്ന കുടുംബാംഗങ്ങളിൽ പെൺകുട്ടിയോ ആൺകുട്ടിയോ നല്ല സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നല്ല ആയി ഒന്നുകൂടി ശ്രദ്ധിച്ച ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് കടക്കാവൂ. വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയായിരുന്നു വിവാഹാലോചനയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. വളരെ സന്തോഷം സർ.